ഹായ് ഫ്രണ്ട്സ്, ഈവനിങ് ടൈമാണ് കേട്ടോ. നിച്ചു കളിച്ചുകൊണ്ടിരിക്കുക, ഉറക്കമൊക്കെ എഴുന്നേറ്റിരിക്കുവാണ്. അപ്പം ഞാനും ചേട്ടനും കൂടി വിചാരിച്ചു അബുദാബിയിൽ പുതിയൊരു അമ്പലം വന്നിട്ടുണ്ടല്ലോ, അവിടേക്ക് ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നിച്ചുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടോ. ഇതാണ് അബുദാബിയിലുള്ള പുതുതായി പണിത അമ്പലം. അമ്പലത്തിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തലേ ദിവസമോ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പോ എപ്പോഴും നിങ്ങൾ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാത്ത വർഷം അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ പോയാൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്നിങ്ങനെ വെബ്സൈറ്റിൽ ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നിച്ചു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. നല്ല കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതും കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അനുവദിക്കില്ല, അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറത്തുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഞങ്ങൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭജന തുടങ്ങുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം ഗംഗാ പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇപ്പോൾ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കണേ. നല്ല രസമായിരുന്നു. നമുക്കൊരു ദൈവികമായൊരു ചൈതന്യം കിട്ടിയ പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു 20 മിനിറ്റോളം ടൈം ഉണ്ടാവുള്ളൂ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ചേട്ടൻ്റെ ഓഫീസും ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി പോയി ചേട്ടൻ്റെ ഓഫീസ് കാണാം. ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല, ജസ്റ്റ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ഗംഗാ പൂജയുടെയും ഭജനയുടെയും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കൂ കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഭജനയിലൊന്നും ഇരുന്നിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള സപ്താഹം വായന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമെങ്കിലും ഇങ്ങനത്തെയൊക്കെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, നിച്ചുവിനെ കാണിച്ചു. കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ പോകുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ഇൻറ്റീരിയർ വർക്ക് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. മാർബിളും അങ്ങനെയുള്ള നല്ല നല്ല രത്നക്കല്ലുകളൊക്കെ വെച്ചുള്ള ഇൻറ്റീരിയർ വർക്കാണ് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് നോർത്ത് ഇന്ത്യൻ ടച്ചാണ് തോന്നിയത് അമ്പലങ്ങൾക്കൊക്കെ. നമ്മുടെ നാട്ടിലുള്ള അമ്പലം പോലെയല്ല, കേരളത്തിലെ അമ്പലങ്ങൾ പോലെയല്ല, നോർത്ത് ഇന്ത്യൻ അമ്പലത്തിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് പോരുവാണ് കേട്ടോ. അധികം നേരം നിന്നില്ല. ഭജന കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോൾ തന്നെ ഇറങ്ങി. കുറേ നേരം സ്പെൻഡ് ചെയ്ത അമ്പലത്തിൽ. ഭജന കുറേ നേരം ഉണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് പോവായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ.